സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. കണ്ണൂർ പള്ളിപ്പുഴ സ്വദേശി സനൽകുമാർ എംപിയാണ് മരിച്ചത്. ജോലിക്കിടെ ഇന്നലെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ ഒരു യുവാവ് മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും കണ്ണൂർ പള്ളിപ്പുകിൽ സ്വദേശിയായിട്ടുള്ള സനൽകുമാർ ആണ് മരണപ്പെട്ടത്. ഇന്നലെയാണ് ജോലിക്കിടെ സൂര്യാഘാതമേൽക്കുകയും അത്തരത്തിൽ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി ആദ്യം പള്ളിപ്പുയിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം കണ്ണൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയിൽ മാറ്റുകയായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് സനൽകുമാറിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. സൂര്യാഘാതമാണ് എന്നുള്ളതാണ് ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ ആരോഗ്യ വിദഗ്ധരുമെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നവരുടെ നാട്ടുകാരും അതുപോലെ തന്നെ അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരോട് എന്തായിരുന്നു ഇന്നലെ സത്യത്തിൽ സംഭവിച്ചെന്തായിരുന്നു? അതായത് കിണറിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണമായിട്ട് ഇരുന്നതാണ്. അപ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകർ എടുത്തു ആശുപത്രിയിലേക്ക് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് അവർ പെട്ടെന്ന് അടിയന്തരമായി നല്ല ചികിത്സ വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് അവർ നോക്കിയതിന് ശേഷമെന്ന് പറയുന്നത് സൂര്യാഘാതമാണ് ഏറ്റത്. അപ്പോൾ മൂക്കിലൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, തലക്കകത്ത് നീർക്കെട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായി. പ്രഷർ നന്നേ കുറഞ്ഞു പോയിരുന്നു. പ്രഷർ പിന്നെ കൂടി വന്നില്ല. അതുകൊണ്ട് തന്നെ MRI പോലുള്ള ഇതൊന്നും എടുക്കാനും കഴിഞ്ഞില്ല. പറയുന്ന രീതിയിൽ ഈ നാട്ടിലുള്ള വിദേശത്തായിരുന്നു, ഇപ്പോൾ നാട്ടിലേക്ക് വന്ന ആൾ കൂടിയാണല്ലേ? അതെ അതെ. ഇപ്പോൾ അടുത്ത് ഇലക്ഷൻ ഒരു 2 ദിവസം മുന്നെയാണ് വന്നത്. സാധാരണ ഇങ്ങനെ ഈ കിണറിൻ്റെ ജോലിക്കൊക്കെ പോകുന്നതാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കളാണ് തൊട്ടാൽവക്കത്താണ് കിണറ് കുഴിക്കുന്നത്. അപ്പോൾ അവിടെ പോയി സഹായിക്കുക എന്നുള്ള നിലക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർമാരൊക്കെ പറയുന്നത് ഈ പ്രാഥമികമായി സൂര്യാഘാതം തന്നെയാണെന്നുള്ളത് തന്നെ. അതെ, അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ളതിൻ്റെ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ മറ്റ് എന്തെല്ലാം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം വേണമെന്നാണ് അവർ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രാഥമികമായി നമ്മൾ ഈ പറയുന്ന ജില്ലാ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് സൂര്യാഘാതം തന്നെയാണ്.